ഇസ്ലാം അടക്കമുള്ള എല്ലാ മതങ്ങളെയും വിളിച്ച് നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാം, നമുക്കെല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് എത്താം, നമുക്കെല്ലാം ഒരൊറ്റ ആശയത്തിലേക്ക് എത്താം എന്ന് പറയുന്ന ആളുകൾ ആ ന്യൂനപക്ഷം പറയുന്ന ആശയം എന്ത് ചെയ്യണം? ഈ ഭൂരിപക്ഷം സ്വീകരിക്കണം. മുസ്ലിങ്ങളായിട്ടുള്ള, ക്രൈസ്തവരായിട്ടുള്ള, ഹൈന്ദവരായിട്ടുള്ള, ജൂതന്മാരായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഈ ഭൂരിപക്ഷം ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അവരുടെ ആശയത്തിൽ മാറ്റം കൊണ്ടുവരണം. ഇസ്ലാം പറയുന്ന ഇവർ പറയുന്നതല്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇസ്ലാം എന്താണോ പറയുന്നത് പറഞ്ഞു. ആ ആശയം എന്ത് ചെയ്യണം? ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി മാറ്റണം. എന്തിനാ മാറ്റുന്നത്? ഐക്യം ഉണ്ടാക്കാൻ, എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടി. ഇത് ഇസ്ലാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റു മതങ്ങളുടെ വിഷയത്തിലും. മറ്റു മതങ്ങളും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണോ പറയുന്നത്? അതോ ആ ഒരു സ്പേസ് അത് മതങ്ങളും തരുന്നുണ്ടോ? അതോ ആ മതങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ മതസ്ഥരടങ്ങുന്ന ഈ സമൂഹത്തിനോട് പോയിട്ട് ഇങ്ങനെ ഒരു ആശയം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവരിലുണ്ടാകുന്ന മാറ്റം? ആ സമൂഹത്തിൽ ടോട്ടലി ഈ മുഴുവൻ സൊസൈറ്റിയിൽ എന്തായിരിക്കും, അത് എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്ന മുമ്പിനായിട്ട് ഡോക്ടർ മുഹമ്മദ് നജീബാണ്. നമ്മൾ ഈ സംസാരം, ഈ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭാഗത്ത് നിൽക്കുന്നത് മത വൈവിധ്യത്തിലും മത സൗഹാർദ്ദത്തിലൊക്കെ വിശ്വസിക്കുന്നവരും, വേറൊരു ഭാഗത്ത് അതിലൊന്നും വിശ്വസിക്കാത്ത മാനവ വിരുദ്ധരായ കുറേ ആളുകളും. അങ്ങനെയല്ല നമ്മൾ ഈ ചർച്ചയെ സമീപിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി, ഇപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്താ ദിവസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാ? പറഞ്ഞോളി, ഞാൻ ചോദിക്കുക തന്നെയാണ്. വെള്ളിയാഴ്ച. ഇന്ന് ശനിയാഴ്ച ആയിക്കൂടെ? സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. സാധാരണ ലോജിക്കിൽ പറയാറുണ്ട്, ഇതാണ് ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്ന വസ്തുത. ഒരേ സമയം ഒരു ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആകാൻ സാധ്യമല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച അല്ല, ശനിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച അല്ല, അല്ലെങ്കിൽ ബുധനാഴ്ച അല്ല എന്നുള്ള ഒരു തത്വമാണ്. ഇതേപോലെ തന്നെ ഏത് മതത്തിൽ നോക്കിക്കഴിഞ്ഞാലും ദൈവം ഒന്നാണെങ്കിൽ അത് പിന്നെ മൂന്നാവാൻ സാധ്യമല്ല. മൂന്നാണെന്ന് ഒരാൾക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം, അയാൾക്കത് വിശ്വസിക്കാം, അയാൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നാണെന്ന് വിശ്വസിക്കുകയും അതേസമയം മൂന്നാണെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അയാൾക്ക് തിരിച്ചും സാധിക്കില്ല, അല്ലേ? മരിച്ചതിന് ശേഷം ഒരു പുനർജന്മമാണ് ഉള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പുനർജന്മ സിദ്ധാന്തത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, പരലോക വിശ്വാസത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പരലോക വിശ്വാസത്തെ വിശ്വാസമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആദരിക്കാനും അയാൾ അംഗീകരിക്കാനും അയാളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പുനർജന്മ സിദ്ധാന്തം എന്ന ഒന്നിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ തിരിച്ചയാൾക്ക് വിശ്വസിക്കാനോ സാധ്യമല്ല. ഇതാണ് ഓരോ മതത്തിനും. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇനി ജാലും ഫിന്ദർലി ഖലീഫ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമയത്ത് തന്നെ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ പരിപാടി, എന്തിനാ തജലു ഫിഹ മൻ യുഫ്സിദു ഫിഹ വയസ്ഫികു ദിമാ, എന്തിനാ പടച്ചോനെ അങ്ങനെ രക്തം ചിന്തുകയും കലാപം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നതെന്ന് മലക്കുകൾ ചോദിക്കാൻ. എന്താ ചോദ്യത്തിന്റെ അർത്ഥം? ചോദ്യത്തിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗത്തെയാണ് പടച്ചോൻ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് മലക്കുകൾക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഏത് വിഭാഗത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാലും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും ഉറപ്പാണ്. കുറെ ആളുകൾ ഒരു കാര്യം വിശ്വസിക്കും, കുറെ ആളുകൾ മറ്റൊരു കാര്യം വിശ്വസിക്കും, സംഘർഷമുണ്ടാകും എന്നാണ് അവർ ഭയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ സമീപത്ത്, അള്ളാഹിന്റെ അടുത്ത് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഹിദായത്തിന്റെ പ്ലാനാണ്. ഏത് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യന് മുമ്പിലും സത്യം തിരിച്ചറിയാനുള്ള മാനദണ്ഡം നൽകിയാൽ അവരിൽ ഒരു വിഭാഗം സത്യത്തെ പിൻപറ്റുന്ന അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്നിയാലും മാലാ താലമോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ്. വഴികൾ തിരഞ്ഞെടുക്കുക, വഴികൾ തിരയുക, അതിൽ നിന്ന് ഏറ്റവും ശരിയായതിലേക്ക് അന്വേഷിക്കുക, ആ അന്വേഷണത്തിൽ ഏറ്റവും ശരിയായത് കണ്ടെത്തുക എന്ന മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മളെല്ലാം ഒന്നാക്കാൻ ശ്രമിക്കുമ്പോൾ തടയിടുന്നത്. അത് പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരിക. ഒരുപാട് ദീർഘമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, എവിടുന്നാ വരുന്നത്, എന്താ ഇങ്ങനെ പരിചയപ്പെടുകയാണ്. നമ്മൾ ഇമാജിനറി ആയിട്ട് സങ്കല്പിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ ക്രിസ്ത്യാനിറ്റിയിലാണ് വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ പറയാം, അപ്പോൾ നിങ്ങൾ ഇനി ഇസ്ലാമിലേക്കല്ല വരേണ്ടത്, ക്രിസ്തുമത ഗ്രന്ഥങ്ങൾ വായിച്ച് ക്രിസ്ത്യാനി ആവുകയാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷെ റസൂൽ അത് പറഞ്ഞില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം മജൂസിയായിരുന്നു. മജൂസി എന്നുള്ള നിലക്ക് അതിൻ്റെ ഗ്രന്ഥങ്ങൾ തപ്പിപ്പിടിച്ചിട്ട് അത് വായിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ പഠിച്ച് അന്വേഷിച്ച് തൃപ്തിയായി ഞാനിപ്പോൾ നിലകൊള്ളുന്ന മതമല്ല, ഞാനിപ്പോൾ നിലകൊള്ളുന്ന ജീവിത ദർശനങ്ങളല്ല, ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആരാധനാ രീതികളല്ല, വിശ്വാസ രീതികളല്ല ശരി എന്ന് ബോധ്യപ്പെട്ടാൽ
അത് മാറി മറ്റൊന്ന് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യരും നൽകുന്ന ഫാഷിസ്റ്റുകൾ ഒഴിച്ചുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരും അത് അംഗീകരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്, മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. പക്ഷേ ഈ കക്ഷികൾ പറയുന്നു മതം മാറ്റം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര സംഭവമാണ്, അതാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത്. അത് പാടില്ല. ഇതിന്റെ മുഖ്യ പ്രചാരകന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു മതം മാറ്റമാണ്. എന്തിനാണ് മതം മാറ്റത്തെ പേടിക്കുന്നത്? ഒരാൾ മതം മാറ്റം നിർബന്ധിക്കപ്പെട്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മതം മാറരുത് എന്ന് നിർബന്ധിക്കപ്പെടാനും പാടില്ല. മതം മാറാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല, മതം മാറാതിരിക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനിടയിൽ മനുഷ്യർ തമ്മിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനുള്ളതാണ് സംവാദം. അതാണ് യഥാർത്ഥ ജനാധിപത്യബോധം. അതാണ് ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംവാദമാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മതവിഭാഗങ്ങളോട് സംവദിക്കാൻ ആവശ്യപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ തന്നെ ആ സംവാദം നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. എല്ലാം ശരിയാവുക എന്നതല്ല മാനവിക ഐക്യത്തിന്റെ നിദാനമായിട്ട് വർത്തിക്കേണ്ടത്. മറിച്ച് സ്വന്തം വിശ്വാസത്തിൽ ശരിയെന്ന ബോധ്യമുണ്ടാവുകയും കാഴ്ചപ്പാടുണ്ടാവുകയും അതോടൊപ്പം ഇത്തരം മതങ്ങളെ ബഹുമാനിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാതിരിക്കാനും ആശയപരമായ സംവാദങ്ങളിലൂടെ സത്യത്തിലേക്ക് ക്ഷണിക്കാനുമുള്ള ബാധ്യതയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.